ഓരോ സ്ഥലത്തെയും PhD ട്രെയിനിങ്ങിന് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ തൊട്ട് ഒരു വർഷം ഫുള്ള് 2 സെമസ്റ്ററെങ്കിലും കോഴ്സ് വർക്ക് ഉണ്ടാവും. അതിനുശേഷം ഒരു മേ ബി 2 കൊല്ലം കോഴ്സ് വർക്ക് ഉണ്ടാവാം, ഡിപ്പെൻഡ് ഓൺ ക്രെഡിറ്റ്സ്. അതിനുശേഷം നമ്മളെ ട്രെയിനിങ് ചെയ്ത് പിന്നെയാണ് റിസർച്ച് പ്രവേശിക്കുക. UK ഡയറക്റ്റ്ലി കോഴ്സ് വർക്ക് ഒന്നും ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യാണ് 3 വർഷം 3.5 വർഷം കൊണ്ട് തീർക്കുന്ന രീതിയിൽ. US എങ്ങനെയാണ്, എത്ര യൂഷ്വലി ഡ്യൂറേഷൻ എങ്ങനെയാണ്, അതിന്റെ ഒരു ട്രെയിനിങ്, അതിന്റെ ഒരു റെസൊല്യൂഷൻ ഒക്കെ എങ്ങനെയാണ്, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ടീച്ചിങ് ഉണ്ട്. അതുപോലെ US ഒരു ബേസിക് സയൻസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ നിങ്ങൾക്ക് 1.5 മുതൽ 2 കൊല്ലം വരെ നിങ്ങൾക്ക് കോഴ്സ് വർക്ക് ഉണ്ടാവും. കാരണം ഫസ്റ്റ് കൊല്ലം നിങ്ങൾ ഫണ്ടമെന്റൽ ആയിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഫിസിക്സ് സ്റ്റൈൽ പറയും, ക്വാണ്ടം മെക്കാനിക്സ്, കണ്ടൻസ് മാറ്റർ, പിന്നെ അങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സുകൾ ലൈക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് സ്റ്റാറ്റിക് പേപ്പർ കാര്യങ്ങൾ, മാത്ത് കാര്യങ്ങൾ പേപ്പേഴ്സൊക്കെ ആയിരിക്കും പഠിക്കുക ഫസ്റ്റ് ഇയേഴ്സിൽ. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് പേപ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ സൂപ്പർ കണ്ടക്ടിവിറ്റി ആണ്, സൂപ്പർ കണ്ടക്ടിവിറ്റി, ഫീൽഡ് തിയറി ആണെങ്കിൽ അങ്ങനത്തെ പേപ്പേഴ്സ്, CFT QFT അങ്ങനത്തെ പേപ്പേഴ്സ്, അതിൻ്റെ ചെയിൻ ഓഫ് പേപ്പേഴ്സ് ഉണ്ടാവും. ആ പേപ്പേഴ്സ് ആയിരിക്കും പഠിക്കാം. സോ ലിറ്ററലി ഇവർ അത് മീൻ ചെയ്ത് 2 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ 1.5 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾ പഠിച്ചെടുക്കുന്നത് നിങ്ങളുടെ മാസ്റ്റർ ലെവൽ നോളജ് ആണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അത് ബേസിക് സയൻസ് ഡിപ്പാർട്ട്മെന്റ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് വരുമ്പോൾ 1 ഇയറിനുള്ളിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ഓൺ ലൈക്ക് നിങ്ങൾ ഫണ്ടമെന്റൽ ഫോക്കസ്ഡ് പേപ്പേഴ്സും ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ എടുത്തു പോകുന്നു. ലൈക്ക് ഹാർഡ് കോർ ലെവൽ ഫിസിക്സ് പോവാണ്ട് അപ്ലൈഡ് ഫിസിക്സ് ലെവലിൽ നിന്നുകൊണ്ട് അവരത് ടാക്കിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. സോ അതുകൊണ്ട് തന്നെ ലൈക്ക് രണ്ടിൻ്റെ ഡ്യൂറേഷൻസ് വ്യത്യാസമുണ്ട്. എഞ്ചിനീയറിംഗ് 5 കൊല്ലമാണ് ആവറേജ്, ബേസിക് സയൻസ് 6 കൊല്ലമാണ് ആവറേജ്. കാരണം അവർ ജോയിൻ ചെയ്യുന്ന 3rd ഇയറിലേക്കായിരിക്കും റിസർച്ചറായി ജോയിൻ ചെയ്യുക. പിന്നീട് അവർക്ക് ഒരു 5 കൊല്ലം വേണ്ടി. ഇവിടെ നമ്മളേക്ക് 4 കൊല്ലം കൊണ്ട് ഇവർ തീർക്കണം. ഫസ്റ്റ് ഇയർ ചിലർ ഫസ്റ്റ് ഇയർ തുടങ്ങുമ്പോൾ തന്നെ ജോയിൻ ചെയ്ത് പോകും. പിന്നെ ഫസ്റ്റ് ഇയർ നമുക്ക് ഫെലോഷിപ്പിലായിരിക്കും റൺ ചെയ്യുക, യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യും. നമ്മൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഫെലോഷിപ്പ് ആയിരിക്കും. സെക്കൻഡ് ഇയറിലും ഫെലോഷിപ്പ്, സെക്കൻഡ് ഇയർ പിന്നെ ടീച്ചിങ് അസിസ്റ്റന്റ് ആയിരിക്കും, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ മാറ്റിയെടുക്കാം, ലൈക്ക് ടീച്ചിങ് 3rd ഇയറിലേക്ക് മാറ്റുന്ന ആൾക്കാരുണ്ട്, പിന്നെ എനിക്ക് റിസർച്ചറായിട്ട് കയറുന്ന ആൾക്കാരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ടിങ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം നമ്മുടെ. സോ റിസർച്ചർ ആകുമ്പോൾ ടീച്ചിങ് ആകുമ്പോൾ നമ്മൾ ഡിഗ്രി കുട്ടികളെ പഠിപ്പിക്കണം. അതൊരു എക്സ്പീരിയൻസ് ആണ്. സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ചും കൂടി ഒരു നോളജ് കിട്ടും. ലൈക്ക് നമ്മളെ റിസർച്ച് ചെയ്യുന്ന സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലൈക്ക് എൻ്റെ ഫണ്ടമെന്റൽ പേപ്പേഴ്സ് പഠിപ്പിച്ചാൽ കുറച്ചും കൂടി നമ്മളെ ഫണ്ടമെന്റൽസ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഹെൽപ്ഫുൾ ആവും. പിന്നെ ടീച്ചിങ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. പിന്നെ റിസർച്ച് പൊസിഷനിലൊക്കെ പക്ക റിസർച്ചർ ആയിട്ട് നമ്മൾ മാറും. ലൈക്ക് ഈ ലാബിൽ തന്നെ വർക്ക് ചെയ്യുക, ലാബിൽ വർക്ക് ചെയ്ത് കാര്യങ്ങൾ പോകാം. ഈ ഒരു സിസ്റ്റമാണ് ലൈക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും ഫോളോ ചെയ്യുന്നത്. കുറച്ചും കൂടി സ്ലൈറ്റ്ലി മോഡിഫൈഡ് ടു ഇന്ത്യൻ കണ്ടീഷൻസ്. ഈ മിഡിൽ ഈസ്റ്റിൽ ഇതേ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. US എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. കാനഡയിലും ഇതേ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. UK യൂറോപ്പിലാണ് ചെറിയ ഡിഫറൻസ്. ഡയറക്റ്റ് വന്നിറങ്ങിയ നെക്സ്റ്റ് ഡേ തന്നെ ലാബിൽ കയറുക, പണിയെടുക്കുക എന്നുള്ളത്. ആസ് വെൽ ആസ് ലൈക്ക് നമുക്ക് ഫണ്ടമെന്റൽ ഡെവലപ്പ് ചെയ്യണം, നമുക്ക് റിഫ്രഷ് ചെയ്യണം താല്പര്യം വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. എവിടെയും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും, ലൈക്ക് വേറെ കാര്യം. ബട്ട് എന്നാലും മറ്റൊരു ക്ലാസ്സിന്റെ വൈബ് ഉണ്ടാവില്ല. അതെ. പിന്നെ അതുപോലെ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ ഇന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് ഒരു കൊല്ലം ഇതുപോലെ പഠിച്ച് പിന്നെ അത് 2ാമത്തെ കൊല്ലം വരെ നമ്മളെ JRF ആയിരിക്കും. പിന്നെ SRF-ലേക്ക് മാറും. അപ്പോൾ നമ്മളെ സ്റ്റൈപ്പൻഡ് ഇൻക്രീസ് ചെയ്യും. US നമ്മളെ പുറത്ത് പഠിക്കാൻ പോകുന്നുള്ളൊരു വേറൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് സ്റ്റൈപ്പൻഡ് നല്ലതുണ്ട്. അപ്പോൾ നമുക്ക് PhD ടൈമിൽ തന്നെ സേവ് സംതിങ് എന്നുള്ളതാണ്. അപ്പം US സ്റ്റൈപ്പൻഡ് എങ്ങനെയാണ്, എക്സ്പെൻസ് എങ്ങനെയാണ്, അങ്ങനെ നമുക്കൊരു ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഹൗ ബെറ്റർ ആർ ഇസ് ഇറ്റ്? അത് എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം ഇന്ത്യയിലെ ലിവിങ് എക്സ്പെൻസും നമുക്ക് കിട്ടുന്ന സാലറിയും അങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ പറയുമ്പം ഇവിടുത്തെ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ യു. ലൈക്ക് ഇന്ത്യയിൽ ഫോഴ്സ്ഫുള്ളി നമുക്ക് കുറച്ച് ലിവിങ് എക്സ്പെൻസ് ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ തന്നെ നാട്ടിലാണ് കുറച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കുറച്ച് റെസ്പോൺസിബിൾ. ഇവിടെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് പോകുന്നത്. നമുക്ക് നല്ലപോലെ ജീവിക്കാം, ചുരുക്കി ജീവിക്കാം, മോഡറേറ്റ് ആയി ജീവിക്കാം. അപ്പം നല്ലപോലെ ജീവിക്കുന്ന ആളല്ല, അടിച്ചു പൊളി ജീവിക്കുന്ന ആൾക്ക് കിട്ടുന്ന സാലറി ഇനഫാണ്. ലൈക്ക് ഒരാൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള സാലറി കിട്ടും. ചുരുക്കി ജീവിക്കാനാണ് നല്ലോണം സേവ് ചെയ്യാൻ പറ്റും. മോഡറേറ്റ് ആണെങ്കിൽ
ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു ഫാമിലി റൺ ചെയ്യാനുള്ള സാലറി ഉണ്ടാവും. ഒരു വൈഫും മക്കളും വെച്ച് റൺ ചെയ്യാനുള്ള സാലറി ഇനഫ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും ആഫ്റ്റർ ദ Okay. ലിവിങ്. സോ അതാണ് അതിൻ്റെ ആ ഒരു സ്കീമിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ Okay. ഡിസൈഡ് ചെയ്യണം നമ്മൾ ഏത് ബാറിൽ നമ്മൾ നിൽക്കണം എന്നുള്ളത്. തീർച്ചയായും നമുക്ക് അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യാം. സോ അതിനനുസരിച്ച് സേവിങ്സിലും വ്യത്യാസം വരും. പിന്നെ ഇവിടെ സേവിങ്സ് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Okay. Okay. I mean, if you want to put in numbers, like എത്ര ഡോളർ ആണ് മന്ത്ലി ഫുഡ് യൂഷ്വലി ഒരു ആവറേജ് ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിന് നമ്മളെ ഹോസ്റ്റലൊക്കെ നിന്ന് ജീവിച്ച ആൾക്കാരാണ്. അപ്പൊ ഒരു ഫുഡ് എക്സ്പെൻസ് റെന്റ് ഏകദേശം ഇത്ര യൂറോ അല്ലെങ്കിൽ ഇത്ര ഡോളർ വരുന്ന ഏകദേശം ഒരു കണക്കുണ്ടെങ്കിൽ it will be better. ഞാൻ പറയാ ലൈക്ക് നമ്മൾ കിട്ടുന്ന സാലറി, കാരണം ഈ സാലറി വ്യത്യാസമുണ്ട്, സ്റ്റേറ്റിനനുസരിച്ച് വ്യത്യാസം വരും, യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരും. ലൈക്ക് ഇപ്പം കാലിയിൽ കുറച്ചും കൂടി സാലറി കൂടുതലാണ്, കാരണം കാലിയിൽ ലിവിങ് എക്സ്പെൻസ് കൂടുതലാണ്. സോ അതേ സമയത്ത് വേറെ ഇപ്പോൾ വെർജീനിയ അല്ലെങ്കിൽ പിറ്റ്സ്ബർഗ് പോലെ സ്ഥലങ്ങളൊക്കെ പോവുകയാണെങ്കിൽ സാലറി കുറച്ച് കുറവായിരിക്കും, കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും. ബട്ട് എന്താണ് ലിവിങ് എക്സ്പെൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റിൽ പോകുമ്പോൾ നമ്മുടെ സേവിങ്സ് കുറച്ച് കൂടും. ന്യൂയോർക്ക് ബോസ്റ്റൺ പോവുകയാണെങ്കിൽ അവിടെ കാലിനേക്കാളും കുറച്ചും കൂടി സാലറി കൂടുതലാണ്, കാരണം അവിടെ ലിവിങ് എക്സ്പെൻസ് കുറച്ചുകൂടി കൂടുതലാണ്. സോ ഇത് ലിവിങ് എക്സ്പെൻസിന്റെയും യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് സ്കെയിലിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ആവറേജ് ഇവർ വേരി ചെയ്യുന്ന ഒരു 50% നമ്മൾ ടിപ്പിക്കൽ ബേൺ ചെയ്യണം എന്നൊരു ഇതിലാണ്. നമ്മുടെ ടാക്സും കാര്യങ്ങളെല്ലാം കൂടി കിട്ടിയില്ലെങ്കിൽ ലിവിങ് എക്സ്പെൻസ് 50 to 60% നമ്മൾ എങ്ങനെയാലും ബേൺ ചെയ്തു പോകും നമ്മൾ കിട്ടുന്നത്. കിട്ടുന്നുണ്ടെങ്കിൽ ഒരു $1,100 നമ്മൾ ബേൺ ചെയ്യണം എന്നുള്ള മെന്റാലിറ്റിയിലാണ് നമ്മൾ നിൽക്കണം. ലൈക്ക് നമുക്ക് എങ്ങനെയാലും ബേൺ ആയി കഴിയുന്നത്. ആ ഒരു 50% ബേൺ എങ്ങനെയാലും ഇപ്പം ഏത് കൺട്രി ആണെങ്കിലും 50% ബേണിങ് ഉണ്ടാവും എന്നുള്ള ലൈക്ക് മെന്റാലിറ്റി വേണം. നമുക്ക് ഒരിക്കലും 100% സേവ് ചെയ്യാൻ നടക്കില്ല. നമ്മൾ ഡേ ടു ഡേ മീറ്റ് ചെയ്യണമല്ലോ. അതെ ശരിയാണ്. പിന്നെ വേറെ കാര്യം ഇപ്പൊ അത് പറഞ്ഞല്ലോ, വേറെ കാര്യം പറയാനുള്ളത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ മൈ കേസ് IASലാണെങ്കിൽ നമുക്ക് PhD ഫിനിഷ് ചെയ്യണമെങ്കിൽ പേപ്പർ നിർബന്ധമൊന്നുമില്ല. അപ്പോ മാഞ്ചസ്റ്ററിലാണെങ്കിൽ പ്രിഫർ ഐ തിങ്ക് 3 പേപ്പേഴ്സ്. അവിടെ എങ്ങനെയാണ്, US എങ്ങനെയാണ്, നമുക്ക് ഇത്ര പേപ്പർ പബ്ലിഷ് ചെയ്താലേ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടോ? US റൂൾസ് ഇല്ല. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ യുവർ പ്രോഫർ ഒക്കെ ആണെങ്കിൽ നമുക്ക് പേപ്പറില്ലാതെ ഗ്രാജുവേറ്റ് ചെയ്യാം. ആൻഡ് പ്രൊഫസേഴ്സ് ടിപ്പിക്കലി എന്താണ് ഒരു ഡിസിഷൻ ഞാൻ മനസ്സിലാക്കി രണ്ടില്ല. ഒന്നെങ്കിൽ നമുക്കൊരു പൊസിഷൻ ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ they will let you to graduate and we don't care about like research, we just need a degree സേക്ക് ആണെങ്കിൽ അവർ ആ മെന്റാലിറ്റിയിൽ വിടും. ഇപ്പം എന്റെ കേസിൽ പറയുകയാണെങ്കിൽ എന്നോട് 4 പേപ്പർ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഐ ആം പ്ലാനിങ് ടു ഗോ ടു അക്കാഡമി. സോ 30 അപ്പോൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ അവർ ഡ്രൈവ് ചെയ്യും. സോ പ്രൊഫസേഴ്സ് ആണ് അൾട്ടിമേറ്റ് അതോറിറ്റി. യൂണിവേഴ്സിറ്റി റിക്വയർമെന്റ് പ്രകാരം 3 കൊല്ലം ഇവിടെ റെസിഡന്റ് ആയിരിക്കണം, ലൈക്ക് 3 കൊല്ലം ഇവിടെ പഠിച്ചിരിക്കണം. വൺസ് യു 3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ യു ആർ ക്വാളിഫൈഡ് ടു ഗ്രാജുവേറ്റ്. സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഗ്രാജുവേറ്റ് ചെയ്യാം ആസ് യുവർ പ്രൊഫസർ വർക്ക് ചെയ്യുകയാണെങ്കിൽ. അതാണ് ഒരു വ്യത്യാസം. ലൈക്ക് യൂണിവേഴ്സിറ്റിക്ക് സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഇല്ല, യൂണിവേഴ്സിറ്റി അങ്ങനെ എൻഫോഴ്സ് ചെയ്യുന്നില്ല ആരെയും. ഓക്കെ. അപ്പോൾ അതുപോലെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പം നിലവിൽ മാക്സിമം പേര് 3 കൊല്ലത്ത് 3.5 കൊല്ലത്ത് പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഗവൺമെന്റ് എന്നുള്ള PhD ഷേപ്പിൽ 5 കൊല്ലം വരെയാണ്. എന്നാലും നമ്മൾ പലരെയും കഥ കേൾക്കാറുണ്ട് 7-8 years ഒക്കെ നീങ്ങി പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊരു അഭിപ്രായം എങ്ങനെയാണ്? Is it a good idea or will it help എന്നുള്ള ഒരു ചോദ്യം. ടിപ്പിക്കലി 3 years ഗ്രാജുവേറ്റ് ചെയ്യുന്നതിനോട് ഇവിടുത്തെ ലൈക്ക് പ്രൊഫസേഴ്സ് നോക്കിക്കാണുന്നത് they didn't study enough എന്നാണ് ഒരു ഇവാലുവേഷൻസ് പ്രോസസ്സിന്റെ ഇടയിൽ വരുന്നത്. കാരണം മേ ബി ഈ കോഴ്സ് വർക്കും കാര്യങ്ങളും വച്ചിട്ടായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം അവർക്ക് അത്ര നോളജ് ഉണ്ടാവില്ല എന്നാണ് ഒരു ടോട്ടലി ഒരു ധാരണ ഉള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അങ്ങനെയായിട്ട് ഞാൻ പറയുന്നില്ല. ഒരു some process have that kind of things. അപ്പോൾ ഒരു ടിപ്പിക്കൽ 4.5 years ടിപ്പിക്കൽ സ്റ്റാൻഡേർഡ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഒരു കുട്ടി പഠിച്ചെടുക്കാനുള്ള സമയം ഉണ്ടല്ലോ. ലൈക്ക് നമ്മുടെ PhD എന്ന് പറഞ്ഞ 5 എത്ര ഇയേഴ്സ് ആണെങ്കിൽ നമ്മുടെ റിസർച്ച് വരുന്ന കോർ റിസർച്ച് പറഞ്ഞ സാധനം ഒരു 6 monthsലായിരിക്കും നടക്കുക. ഒരു 6 monthലേക്ക് നമ്മുടെ കോർ ആ 6 month കോർ റിസർച്ച് ചെയ്യാനുള്ള നോളജ് ഈ കുട്ടിക്ക് ഉണ്ടാക്കാനാണ് ബാക്കി 2 to 3 years എടുക്കുന്നത്. അത് നമ്മുടെ ത്രൂ ഔട്ട് കാരിയറിലൊക്കെ ആയിരിക്കും 6 month ഫാൾ ആവുക. അത് പേപ്പർ ചെയ്താലുള്ള നോളജ് ഇതാണ് അവർ നോക്കുന്നത്.
ഇത് പ്രോപ്പറായിട്ട് ലൈക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ ഒരു കുട്ടി ലൈക്ക് 3 ഇയേഴ്സിലുള്ള ആ കുട്ടിക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ നടക്കലുണ്ടാവുള്ളൂ, ലൈക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ. പക്ഷെ 4 ഇയേഴ്സ് ആകുമ്പോൾ ആ കുട്ടി ഒന്നിലധികം പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ടാവും, 2-3 പ്രൊജക്ട്സ്. കാരണം ഫസ്റ്റ് ഇയറിൽ 3 കൊല്ലം കൊണ്ട് ഒരു പ്രൊജക്റ്റ്, പിന്നെ നെക്സ്റ്റ് 6 മാസം കൊണ്ട് ഓരോ പ്രൊജക്റ്റുകൾ നമ്മൾ സ്പീഡപ്പ് ആവും. നമ്മളെ ലെവൽ കയറിയല്ലോ. ടിപ്പിക്കൽ 5 to 6 ഇയേഴ്സ് ഞാനൊരു സ്റ്റാൻഡേർഡ് ടൈമാണ്, നല്ല ടൈം എന്താ പറയാ. ചില കേസുകളിൽ ചില പ്രൊഫസർമാർ അത് 7 വരെ കൊണ്ടുപോകുന്നുണ്ട്. അത് നല്ലതാണോ ചോദിച്ചാൽ ഇറ്റ്സ് ക്വസ്റ്റ്യനബിൾ ആണ്. കാരണം നമ്മൾ നാളെ എന്താണെന്നുള്ളതിനെ ഡിസൈഡ് ചെയ്തിരിക്കും. ബട്ട് ആവറേജ് ലൈക്ക് എല്ലാവരും പറഞ്ഞത് ഒരു 5 6 5 മുകളിലേക്ക് തന്നെ അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. 5 കിട്ടിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ലൈക്ക് കൺവേർട്ട് പോസ്റ്റ് ഡോക്ക് അറ്റ് ദാറ്റ് യൂണിവേഴ്സിറ്റി, ബെറ്റർ യു ഗെറ്റ് എ ബെറ്റർ സാലറി, മാറിയിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുക. അല്ലെങ്കിൽ ലൈക്ക് അപ്പം ട്രൈ ടു ഗ്രാജുവേറ്റ് ലൈക്ക് 5-6 ഇയേഴ്സിനുള്ളിൽ ഗ്രാജുവേറ്റ് ചെയ്യുക. അതിലും കൂടുതൽ ഡിലേ ചെയ്യരുത്, കാരണം അതും ഒരു നെഗറ്റീവാണ് എന്നുള്ളത്. ലൈക്ക് അപ്പൊ അതും നെഗറ്റീവ്. ആവറേജിൽ നമ്മൾ നിൽക്കണം, താവാനും പാടില്ല, കൂടാനും പാടില്ല. സോ പിന്നെ വേറെ ചോദ്യം, നമ്മളിപ്പോ നിലവിൽ കേൾക്കുന്ന ഒരു ചോദ്യം ഈ PhD കാര്യങ്ങളുള്ള മെന്റൽ സ്ട്രെസ്സിനെ കുറിച്ചാണ്. അപ്പൊ US യൂണിവേഴ്സിറ്റികൾ എങ്ങനെയാണ് മെന്റൽ ഹെൽത്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നൽകുന്നത്? എങ്ങനെയാണ് അതിന്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റ്? നമുക്കിവിടെ കൗൺസിലിങ്സും കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് പ്രൊഫസർമാരാണെങ്കിലും നമുക്ക് മെന്റലി ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അവരും ഓക്കെയാണ്, നിങ്ങൾക്ക് ലൈക്ക് ഒന്ന് ബ്രേക്ക് എടുത്ത് ഫ്രഷ് ആവണമെന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ പൊയ്ക്കോ എന്നുള്ള ഇതിലായിരിക്കും ഉണ്ടാവുക. സീനൊന്നും അവർക്കില്ല. സോ പിന്നെ കൗൺസിലിംഗ് സെഷൻസും കാര്യങ്ങളുണ്ട്. അപ്പം മെന്റൽ സ്ട്രെസ് എല്ലാവർക്കും ഉണ്ടാവും. ലൈക്ക് ഇവിടെ കുറച്ചുകൂടി കൂടുതലാണ് US-ഉം യൂറോപ്പിനെ. കാരണം നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ട് സർക്കിൾ ഒന്നും ഉണ്ട്, അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവില്ല. നമ്മളൊരു ലൈക്ക് സിംഗിൾ പേഴ്സൺ ലൈക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന തരത്തിലായിരിക്കും, ഷെയർ ചെയ്യാൻ അങ്ങനെ നടക്കുന്നത്. അപ്പം ഞാനൊക്കെ എനിക്ക് ഡിപ്രഷൻ സ്റ്റേറ്റ് വരുമ്പോൾ ഞാൻ വിളിക്കുന്ന ഒന്ന് ഷജീർ, ഒന്ന് ലെസിന്. അവരെ സങ്കടം കേൾക്കുമ്പോ എന്റെ സങ്കടം ഒന്നും അല്ലാതെ മനസ്സിലാവും. എന്റെ കൗൺസിലേഴ്സ് ഇവരൊക്കെയാണ്. കൗൺസിലേക്ക് ഒന്നും പോകേണ്ട അവസ്ഥ എനിക്ക് വന്നില്ല. റിയലി ഗുഡ് ഫ്രണ്ട്സ് സെയിം ചെയ്യുന്ന ഒരു ടീംസ് ഉണ്ടാവുമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് എവിടെയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള നിങ്ങൾ സംസാരിക്കാൻ കുറച്ച് ടൈം കിട്ടുന്ന ഒരാള്. പിന്നെ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് കല്യാണം കഴിക്കുന്നത് സമയത്ത്. ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അതൊരു നല്ല സജഷൻ ആണ്. വിവിധ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, PhD അപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്തു, ഒരു PhD ലൈഫ് എങ്ങനെയാണ് US-ല്. നമ്മൾ യൂഷ്വലി യൂറോപ്യൻ ടൈമിലൊക്കെ ഇവിടെയാണെങ്കിൽ 9 to 5 എന്ന രീതിയിലാണ് പറയാറെങ്കിലും മേ ബി ഗെറ്റ് പുഷ്. ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ രാത്രിയൊക്കെ വർക്ക് ചെയ്യും. ഇവിടെയൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് 5 മണിക്ക് ശേഷം അമ്മമാരധികം ലാബിൽ നിൽപ്പിക്കത്തില്ല, നിൽക്കാൻ അനുവദിക്കത്തില്ല, സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ വേണം. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല, നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യാം, എപ്പോഴാണ് നമ്മൾ ടൈമിനനുസരിച്ചാണ്. ഇപ്പൊ US-ൽ എങ്ങനെയാണ് ഒരു കൾച്ചർ ഓഫ് വർക്കിംഗ്, എങ്ങനെയാണ് 9 to 5 എന്ന രീതി തന്നെയാണോ, അല്ലെങ്കിൽ 24/7 ആക്ടിവിറ്റി എന്ന രീതിയിലാണോ, എങ്ങനെയാണ് അതിന്റെ ഒരു കൺസിഡറേഷൻ ടിപ്പിക്കലി? സെക്യൂരിറ്റി ഇഷ്യൂസ് എനിക്ക് മനസ്സിലായില്ല അവിടെ. ഞാൻ മനസ്സിലാക്കിയെടുത്ത ഗ്രൂപ്പില് ഇപ്പം കുറെ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് ഹാവ് ലൈക്ക് ടൈം ലിമിറ്റ്സ് 9 to 5 ഉണ്ട്, 8 hours ലൈക്ക് സ്കെഡ്യൂൾ പെർ ഡേ. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ക്ലോക്ക് ചെയ്യാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനിങ്ങനെ സ്കെഡ്യൂൾഡ് ആണെന്നുള്ള കാര്യം സെക്യൂരിറ്റി. അതായത് UK-ലാണെങ്കിൽ നമുക്ക് ലാബില് ആഫ്റ്റർ 5 or 6 വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ലാബ് ബഡ്ഡി വേണം. അത് നമുക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളെ എപ്പോഴും വെളിപ്പുറത്തെ രീതിയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക്, അതായത് ക്ലീൻ റൂമിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ, ഫാബ്രിക്കേഷൻ ചെയ്യണമെങ്കിൽ സ്പെസിഫിക്കലി വേണം. അപ്പോ മറ്റേത് ലാബിലാണെങ്കിൽ, നമ്മുടെ സ്വന്തം ലാബിലാണെങ്കിൽ അത്രത്തോളം സ്ട്രിക്റ്റ് അല്ലെങ്കിലും ഇറ്റ്സ് ഓൾവേസ് പ്രിഫേർഡ്. കാരണം നമ്മൾ റിസർച്ച് ചെയ്യാണ്, വി ഡു വിത്ത് ലോട്ട് ഓഫ് കെമിക്കൽസ്, ഇലക്ട്രിക് കാര്യങ്ങളൊക്കെ എപ്പോൾ എന്ത് സംഭവിക്കാം. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് സമ്മൺ നിയറസ്റ്റ്. അപ്പൊ നമുക്ക് എങ്ങനെ ആളുണ്ട്, ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, കുറെ കാര്യം വരുമെന്നില്ല ഒന്ന് വിളിച്ചു നോക്കാം, സംസാരിക്കാം, അങ്ങനെയുള്ള ആളുണ്ട് നല്ലതാണ് സജസ്റ്റ് ചെയ്യാൻ. അപ്പൊ എങ്ങനെയാണ് അവിടെ ഒരു പിന്നെ അതുപോലെ തന്നെ PhD ലൈഫ് മൊത്തത്തിൽ US-ലെ ക്ലൈമറ്റ് ഇപ്പൊ UK-ലാണെങ്കിൽ മാഞ്ചസ്റ്റർ ബേസിലാണെങ്കിൽ തണുപ്പാണ്. എനിക്ക് തണുപ്പ് കുഴപ്പമില്ല, ചൂടാണെങ്കിൽ ബുദ്ധിമുട്ടി പോയി. എന്റെ തണുപ്പാണെങ്കിൽ ഞാൻ ഓക്കെ വിത്ത്. അപ്പൊ അവിടെ എങ്ങനെയാണ് റിവർ സൈഡ് ആ സൈഡിൽ എങ്ങനെയാണ് കാലാവസ്ഥ, കാര്യങ്ങൾ, ഫുഡ്, അതുപോലെ നമ്മൾ ഇന്ത്യൻ ഫുഡ് ഇഷ്ടമുള്ള ഇന്ത്യൻ റെസ്റ്റോറൻസുകളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ട് ആക്കലാണോ, എങ്ങനെയാണ് മൊത്തത്തിൽ ലൈഫ്
കാരണം നമ്മൾ വെറും റിസർച്ച് മാത്രമല്ല, നമുക്ക് നമ്മുടെ രീതിയിലുള്ള ലൈഫ് എൻജോയ് ചെയ്യണമല്ലോ. അപ്പൊ അതിന്റെ ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു ബ്രോഡർ വ്യൂ? ഫസ്റ്റ് ഞാൻ മറ്റേ സെക്യൂരിറ്റിന്റെ കാര്യത്തിലുള്ള ലൈക്ക് ഇവിടെ ക്ലീൻ റൂംസും കാര്യങ്ങളുണ്ട്. നമുക്ക് ലാബ് ഓൺ ക്ലീൻ റൂമുകളുണ്ട്, ലൈക്ക് ഫെസിലിറ്റീസും ഉണ്ട്. അപ്പം ഫെസിലിറ്റി സെന്റേഴ്സിലാണെങ്കിൽ ഓഫ് ദ ടൈം ബഡീസ് മാൻഡറ്ററി ആണ്, സ്ട്രിക്ട്ലി എൻഫോഴ്സ്ഡ് ആണ്. പിന്നെ നമ്മുടെ ഓൺ ലാബ് ഓൺ ക്ലീൻ റൂം അതിൽ ബഡീസ് മാൻഡറ്ററി അല്ല, ലൈക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയാണ്. പിന്നെ ഇവിടെയും 9 to 5 ആണ് ഇവരും റെക്കമെൻഡഡ് ടൈം, ബട്ട് ദേ ആർ നോട്ട് സ്ട്രിക്ട്ലി എൻഫോഴ്സ്ഡ്. ലൈക്ക് നമുക്ക് ഓക്കെ ഞാൻ 9 to 5 വർക്ക് ചെയ്യിലേക്ക് തോന്നുമ്പോൾ ലൈക്ക് രാത്രി വർക്ക് ചെയ്ത് പറഞ്ഞാൽ ഓക്കെ ഫൈൻ, ദേ ആർ ഓക്കെ വിത്ത് ദാറ്റ്. പിന്നെ നമുക്ക് ഓവർ ടൈം എടുക്കാം. നമുക്ക് ലൈക്ക് വീക്കിലി ഞാൻ വരുന്ന ദിവസം 2-3 ദിവസം അടുപ്പിച്ച് പട്ടിപ്പണി എടുക്കും, ബാക്കി ദിവസം ഞാൻ ചില്ലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡോണ്ട് കെയർ. ലൈക്ക് എൻഡ് ഓഫ് ദ ഡേ ലൈക്ക് തന്ന വർക്ക് തന്ന സമയത്തിനുള്ളിൽ they don't care about how, when, what, why എന്നുള്ള ചോദ്യങ്ങൾ അവർക്കില്ല. സമയത്തുള്ള കാര്യം തീർത്തു പോവുക എന്ന് മാത്രമേ അവർക്ക് ലക്ഷ്യം. അതാണ്. അപ്പം ഓപ്പൺ ടു ലൈക്ക് എനി ടൈം ആണ് അവർ. ലൈക്ക് സാറ്റർഡേ സൺഡേസ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഒന്നും അവർക്ക് വിഷയമുള്ള കാര്യമില്ല. പിന്നെ ഒബിയസ്ലി ആരെങ്കിലും ഉള്ള സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ ലൈക്ക് ഇങ്ങനെ ഇലക്ട്രിക്കൽ ഹസാർഡ്സ്, കെമിക്കൽ ഹസാർഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഈസി ടു ഹാൻഡിൽ ചെയ്യാൻ പറ്റും. Like once you are senior, like you can operate a lot of machines എന്ന കണ്ടീഷൻ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് നൈറ്റ് എടുക്കാം. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഞാൻ ലൈറ്റ് നൈറ്റ് വർക്ക് ചെയ്തപ്പോൾ ഒരു മിഡ് നൈറ്റ് 2-3 സമയത്ത് ഒരു പവർ ഗ്രിഡ് വന്ന് എൻ്റെ ലാബ് ഷോണായി. സോ എനിക്ക് ലാബിൽ എല്ലാ മെഷീൻസും ഒരുവിധം ഒരു മെഷീൻ ഒഴിച്ച് ബാക്കി 2 മെഷീൻ ഒഴിച്ച് ബാക്കി എല്ലാ മെഷീൻസും എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ക്വാളിഫൈഡ് ടു മെയിൻറ്റെയിൻ ദാറ്റ് മെഷീൻസ്. അപ്പം എല്ലാ മെഷീൻസും ബാക്കപ്പ് ചെയ്ത് മിഡ് നൈറ്റ് തന്നെ ബാക്കപ്പ് ചെയ്തെടുത്ത് ആ ഒരു നൈറ്റിന്റെ വർക്കുള്ളതായിരുന്നു. ലൈക്ക് മൊത്തം എൻ്റെ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, 2 മെഷീൻ കോപ്പറേറ്റ് ചെയ്യാൻ 2 മെഷീൻസ് ഉണ്ടായിരുന്നു. ആ 2 മെഷീൻസ് ഞാൻ സയന്റിസ്റ്റിന് വിളിച്ചു, ലൈക്ക് വി ഹാവ് സം കൈൻഡ് ഓഫ് ഇഷ്യൂസ് ആൻഡ് ഐ ആം ഹിയറിംഗ് സം കൈൻഡ് ഓഫ് നോയ്സസ്. സോ പോയി ചെക്ക് ചെയ്ത നോയ്സസ് ഉണ്ടായിരുന്നു. അപ്പം മൂപ്പര് മീറ്റിംഗ് വന്ന് എല്ലാം ബാക്കപ്പ് ചെയ്തെടുത്തു. സോ അത് തരത്തില് ലൈക്ക് അങ്ങനെ എന്തെങ്കിലും വന്നാൽ നിങ്ങൾക്ക് എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയെങ്കിൽ ഗുഡ്. ലൈക്ക് ഞാൻ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ലാബിൽ ഫ്ലഡ് ഉണ്ടായിരുന്നു, എമർജൻസി കോള് വന്ന് 2 വട്ടം എമർജൻസി ആയിട്ട് മെഷീൻസ് ഷട്ട് ഡൗൺ ചെയ്യലും വിത്ത് ലാബിൽ മൊത്തം വെള്ളത്തിൽ ഇലക്ട്രിക്കൽ സേഫ്റ്റി ട്രെയിൻഡ് ആണ്. ഞാൻ സേഫ്റ്റി ഓഫീസറും കൂടിയാണ് ലാബിൽ. സോ ഐ നോ ലൈക്ക് ഇങ്ങനത്തെ അസാർട്സ് വന്നാൽ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള ട്രെയിനിങ് ഓൾറെഡി കിട്ടിയതുകൊണ്ട് എനിക്കത് കുറച്ചും കൂടി ഈസിയാണ്. ബട്ട് ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരാളുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം. പിന്നെ എപ്പോഴും ഇപ്പുറത്ത് ക്യാമ്പസിന് കോപ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ പോലീസ് ഉണ്ട്. വെളിപ്പുറത്ത് അവരുണ്ടാവും. ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അലാറം ബട്ടൺസ് ഉണ്ടാവും ലാബിൻ്റെ അവിടെ. ഓണേഴ്സിലാക്കി അപ്പം തന്നെ അവർ സെക്കൻഡ്സ് കൊണ്ട് അവർ എല്ലാം പൊളിച്ചു പുള്ളി തരും. സോ പുറത്തന്നെ കെമിക്കൽസ് എന്തൊക്കെ ഉണ്ട് ഉള്ളിലുണ്ടെന്നുള്ള നമ്മളെ നോട്ടീസ് വിടും. അപ്പോൾ തന്നെ ഒരു ഇങ്ങനെ കയറുന്നുള്ളവർക്ക് അവർ കയറി വന്നോളും. റെസ്ക്യൂ ഒരു ഘട്ടം ചെയ്തോളും. റെസ്ക്യൂ അങ്ങനത്തെ കാര്യങ്ങൾ ഇടയ്ക്ക് മോക്ക് ഡ്രിൽസും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഫയറിന്റെ അതിന്റെ മോക്ക് ഡ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. സോ ഒരു ഓൾമോസ്റ്റ് എവരി വൺ എല്ലാവരും നോണാണ് എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളെന്നുള്ള. ലൈക്ക് ഇറ്റ് മേ ചേഞ്ച് വിത്ത് ലൈക്ക് ന്യൂക്ലിയർ റേഡിയേഷൻ ലാബ്സിന് കാര്യങ്ങൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. കുറച്ചും കൂടി അവർക്ക് ക്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റാത്ത ലാബുകളാണ്. സ്പെഷ്യലി ലൈക്ക് പോലീസിനോ അല്ലെങ്കിൽ ഫയർ ടീംസിനോ ക്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. സ്പെഷ്യലി ഇതൊക്കെ ഉണ്ടാവും. ബാക്കിയുള്ള ടിപ്പിക്കൽ ലാബ്സ് ക്രാക്ക് ഡൗൺ ചെയ്തെടുക്കും. പിന്നെ ലിവിങ് സ്റ്റൈൽ വെച്ച് പറയുമ്പം അമേരിക്ക ഒരു ഡൈവേഴ്സ്ഡ് കൺട്രിയാണ് ഞാൻ പറയുള്ളൂ. ലൈക്ക് അമേരിക്കൻ്റെ ഇപ്പം ഈസ്റ്റ് കോസ്റ്റ് ന്യൂയോർക്ക് ആ ഒരു എൻഡ് ലൈക്ക് UK പോലെയാണ്. ഹാർഷ് കോൾഡ് ക്ലൈമറ്റും നോർമൽ സണ്ണി സമ്മേഴ്സും ഉള്ളത്. ഒരു ലിവിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ UK സ്റ്റൈൽ തന്നെയാണ്. ലൈക്ക് ഫുൾ കോട്ടും കാര്യങ്ങളും ലൈക്ക് വെൽ ഡ്രസ്ഡ് അങ്ങനത്തെ ഒരു സ്റ്റൈൽ ആണ്. പിന്നെ ഈ വെസ്റ്റേൺ സൈഡിലേക്ക് വരുമ്പം ഇറ്റ്സ് മോർ ലൈക്ക് എന്താണ് ഒരു ട്രോപ്പിക്കൽ ലാൻഡിനോട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഏരിയയാണ്. വി ഹാവ് ഡെസേർട്സ്, മൗണ്ടൻസ്, സീസ്, പിന്നെ അതുപോലെ തന്നെ എല്ലാ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ്. കാലിഫോർണിയ ഭയങ്കര ഡൈവേഴ്സ്ഡ് ആയിട്ടാണ്. കാലിഫോർണിയയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. മഞ്ഞും ഉണ്ട്, ചൂടും ഉണ്ട്, മരുഭൂമിയും ഉണ്ട്. എല്ലാം ഉള്ള സംസ്ഥാനമാണ്. എല്ലാം കൂടി ഉള്ളതാണ്. സോ ഇറ്റ്സ് വാസ് ലൈക്ക് ആൻഡ് മറ്റ് സ്ഥലങ്ങൾ വെച്ച് പറയുമ്പോൾ
മറ്റേത് ആൾക്കാർ വന്നിട്ട് ബിൽഡ് ചെയ്ത സ്ഥലമാണ്. ഇവിടെ ബിൽഡഡ് സിറ്റിയാണ്. കാലിഫോർണിയ പ്ലാൻഡ് സിറ്റിയാണ്. ലൈക്ക് എവിടെ യൂണിവേഴ്സിറ്റി വേണം, എവിടെ ഹൗസിംഗ് വേണം, എവിടെ റെയിൽവേ വേണം, എവിടെ ബസ് സ്റ്റാൻഡ് വേണം, അങ്ങനെ എക്സാക്ട്ലി പ്ലാൻഡ് സിറ്റിയാണ്. അതിന്റെ റോഡ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വൈഡർ ആണ്. ലൈക്ക് അവിടുത്തെ പോലെ നാരോ അല്ല, ഈസ്റ്റ് പോലെ കുറച്ച് വൈഡർ റോഡ്സ്. ട്രാൻസ്പോർട്ടിങ് കുറച്ചുകൂടി ഈസിയർ ആണ് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഏരിയ ഒരു എന്താണ് ഡെസേർട്ടിനോട് അടുപ്പിച്ചാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും അടുത്തറിയാം ഡെത്ത് വാലി, ലൈക്ക് അതിൻ്റെ അടുത്തുനിന്ന് ഒരു 300 മൈല് ദൂരത്താണ് ഞാൻ നിൽക്കുന്നത്. സോ ഇറ്റ് വാസ് ക്ലോസ് ഇനഫ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമ്മർ കുറച്ച് അത്യാവശ്യം നല്ല ചൂടുള്ള ഏരിയ ആണ്. ചൂടനുസരിച്ച് നമ്മുടെ നാട്ടിലെ ഡിഗ്രി തന്നെ കിട്ടുള്ളൂ. പക്ഷെ നമ്മള് സ്വെറ്റ് ചെയ്യില്ല, പുറത്തിറങ്ങി കഴിഞ്ഞാല് പൊള്ളും. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അറിയില്ല. ലൈക്ക് യുകെയിലേക്ക് സെയിം സിനാരിയോ തന്നെ, കുറച്ചുകൂടി ഹാർഡാന്നുള്ളൂ. പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആവും. അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. പിന്നെ അതേ സമയത്ത് വിന്റർ നല്ല ഇവിടെ ലാസ്റ്റ് ഇയറിന്റെ മുന്നത്തെ ഇയറിൽ സ്നോഫാൾ ഉണ്ടായിരുന്നു ലൈറ്റ്ലി. ബട്ട് സ്നോഫാൾ ഏരിയസിന്റെ അടുത്താണ്, ഡെസേർട്സ് ആണ്. ടെമ്പറേച്ചർ നല്ലോണം താവും, -1 വരെ പോകും. സോ സമ്മർ ആകുമ്പോൾ അത് എന്താണ് 30 ഡിഗ്രി സെൽഷ്യസ് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടും കയറും. സോ ടിപ്പിക്കൽ ഡൽഹി സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു വെതറാണ് ഇവിടെ ഉള്ളത്. ഈ വെതർ അല്ല, ഇവിടുന്ന് ഒരു 30 മൈൽ അപ്പുറത്തേക്ക് പോയി ഇറുവയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ത്രൂ ഔട്ട് ദ ഇയർ ഒരു 25 ഡിഗ്രിയിലേക്ക് ഉണ്ടാവുക. മഞ്ഞാണെങ്കിൽ എന്താണല്ലോ ഒരു ഒക്കെ തന്നെ നിൽക്കും. ട്രോപ്പ് ലൈക്ക് പച്ചപ്പും ഹരിതാപ സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, ബീച്ച് ഉണ്ടായതുകൊണ്ട് ഹ്യൂമിഡിറ്റി കൂടുതലാണ്. SF ആകുമ്പോൾ SF ലൈക്ക് ഒരു ട്രോപ്പിക്കൽ ലൈക്ക് ഹ്യൂമിഡ് ആയിട്ടുള്ള ഏരിയ ആണ്. വാഷിംഗ്ടണിന് കുറച്ച് മുകളിലോട്ട് കയറുമ്പോൾ അവിടെ സ്നോഫാളും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ എങ്ങനെ ഒരു എല്ലാം കൂടി കൂട്ടിക്കഴിച്ചൊരു സ്ഥലമാണ് വെതറിന്റെ. ടിപ്പിക്കലി ഞാനും എന്താണ് സ്നോനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. സ്നോള യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്ന വിചാരിച്ച്, പക്ഷെ എത്തിപ്പെട്ടത് ഒരു പിന്നെ ഫുഡിന്റെ കാര്യങ്ങൾ എങ്ങനെ? നമ്മുടെ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടോ? എനിക്കിവിടെ ഒരു മലബാർ മക്കാനി വേറെ തൊട്ടടുത്ത് തന്നെ കടയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അവിടെ നമ്മുടെ നാട്ടില് മിനി കേരള കാമ്പല്ലേ. അതെ. ഇവിടെ ഫുഡ് വളരെ കുറവാണ്, റെസ്റ്റോറൻറ്റ്സ് കുറവാണ്. ഇപ്പം അപ്പായി വരുന്നതേ ഉള്ളൂ. ബെറ്റർ കുക്ക് ചെയ്യുന്നതാണ്. ലൈക്ക് ലിവിങ് എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ല കുക്ക് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ്സ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് തന്നെ വളരെ കുറവാണ്. ബട്ട് ഏഷ്യൻ റെസ്റ്റോറൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ചൈനീസ്, കൊറിയൻസ് അങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ലൈക്ക് പിന്നെ ഇവിടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ലൈക്ക് ഓക്കെ എത്ര ദൂരാണെങ്കിലും പോയി ഫുഡ് അടിക്കണം തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഓടിയെത്താൻ പറ്റിയ ദൂരത്തെ കാര്യം. കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ, ഫേമസ് ആയിട്ട് രണ്ടെണ്ണമുണ്ട്. സോ ഒന്ന് ലൈക്ക് US എല്ലാ പ്രസിഡൻസും വന്നാലും വന്ന് ഫുഡ് അടിക്കുന്ന റെസ്റ്റോറൻ്റ് ആണ് മയൂര എന്ന് പറഞ്ഞിട്ടുള്ള വൺ ഓഫ് ദ ഫേമസ് ആണ്. പഴയ റെസ്റ്റോറൻ്റ് ആണ്. കുറച്ചുകൂടി ലൈക്ക് ഗുഡ് ഇനഫ്. അത്യാവശ്യം പൊറോട്ടയും കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ കിട്ടും. തൊട്ടപ്പുറത്ത് ഒരു 10 മൈൽ അപ്പുറത്ത് വേറൊരു കടയുണ്ട് മലയാളീൻ്റെ തന്നെ. അത്യാവശ്യം കുഴപ്പമില്ലാതെ ബിരിയാണി കിട്ടും. സോ നമുക്ക് ഒതന്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി കാര്യങ്ങളൊന്നും കിട്ടൂല. അവിടെ കുറച്ചുകൂടി ലൈക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്, കേരള റെസ്റ്റോറൻറ്റ്സ്, ലൈക്ക് ഒതന്റിക് കേരള റെസ്റ്റോറൻറ്റ്സുകളുണ്ട്. ലൈക്ക് കപ്പ മീൻകറി, കപ്പ മീന് എല്ലാം കിട്ടും. അൺലിമിറ്റഡ് ബഫേ വരെ ഉണ്ട് അവർക്ക്. അങ്ങനെ 2 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. മത്തി പൊരിച്ചതും എല്ലാം കിട്ടുന്ന കടകളുണ്ട്. കുറച്ചുകൂടി ആക്റ്റീവ് ഇന്ത്യൻസ് ഉള്ള ഏരിയ ആണ്. അങ്ങനെയാണ് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ലൈഫ് സ്റ്റൈൽ ഈസ് ഗുഡ്, പേ വെൽ, ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് ഒന്ന് ജസ്റ്റ് ഫസ്റ്റിൽ ഒരു തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, പിന്നെ അഡ്ജസ്റ്റ് ആയ പിന്നെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ വളരെ ഓൾറെഡി റീച്ചിങ് 1 hour. അപ്പൊ നമ്മൾ ഒരു ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ചോദിക്കാം. ഈ വീഡിയോ കാണുന്നത് ഒരു 3 സെക്ഷനിലെ ആൾക്കാരാണ് മേജർ ആയിട്ട്. ഒന്ന് ഈ ഫസ്റ്റ് ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ആ രീതിയിലുള്ള ആൾക്കാർ, രണ്ടാമത് ഈ 3rd ഇയർ അതായത് ഡിഗ്രി കഴിയാനായ ആൾക്കാർ, പിന്നെ മൂന്നാമത് PG കഴിയാനായ ആൾക്കാർ. ആ 3 സെക്ഷനാണ് മെയിനായിട്ട്. ഞാൻ ഏജ് ഗ്രൂപ്പ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായത് അനലിറ്റിക്സ് നോക്കിയപ്പോൾ. അപ്പോൾ ഡിഗ്രി തുടങ്ങാൻ പോയി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്കുള്ള PhD ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ എങ്ങനെയായിരിക്കണം ആ ഒരു 3 ഇയർ അല്ലെങ്കിൽ 4 ഇയർ
പ്ലാൻ ചെയ്യേണ്ടത്. then they can easily land on ideal position they wanted. അപ്പൊ എന്തായിരിക്കണം അവർ നോക്കേണ്ട ഓപ്പർച്യൂണിറ്റീസ്, എങ്ങനെ നോക്കണം, എങ്ങനെ അവരുടെ മാർക്കുകൾ നോക്കണം, എന്തായിരിക്കണം അതിന്റെ ഐഡിയൽ സ്റ്റുഡന്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്? See, first of all, like ഇപ്പോഴത്തെ ഇന്ത്യൻ പുതിയ ന്യൂ കരിക്കുലം, like 4-year കരിക്കുലം, ഇറ്റ് വാസ് റിയലി ഗുഡ്. അത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അത് പ്രോപ്പർലി ഹാർവെസ്റ്റ് ചെയ്യണം നിങ്ങൾ. അതെങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യേണ്ട വെച്ചാൽ നിങ്ങൾ PhDക്ക് പ്ലാൻ ചെയ്ത് വാട്ട് എവർ സബ്ജക്ട്, ഏത് ഫീൽഡ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ 3.5 years കൊണ്ട് 4 yearsന്റെ കോഴ്സ് നിങ്ങൾക്ക് എടുത്ത് തീർക്കാൻ പറ്റും. സോ അത് എടുത്ത് തീർത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 6 months അല്ല 1 year കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു റിസർച്ച്. ലൈക്ക് ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ സാധാരണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു കോളേജ് എടുക്കുന്നത് 3.5 years കൊണ്ട് നിങ്ങളുടെ കോഴ്സ് വർക്ക് മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീവിയേറ്റ് യുവർ സെൽഫ് ടു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലൈക്ക് ഫോർ എക്സാമ്പിൾ IISc, IITs, അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഹാർഡ് കോർ ആയിട്ടുള്ള റിസർച്ചിലേക്ക് ഇറങ്ങിയിട്ട് ട്രൈ ടു ഗെറ്റ് എ പേപ്പർ ഔട്ട് ഓഫ് ഇറ്റ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. സോ ഇവിടേക്ക് എത്തിപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് 2 years നല്ല ഹാർഡ് കോഴ്സ് ആയിരിക്കും എടുക്കുന്നത്, ലൈക്ക് തീർക്കാൻ വേണ്ടിയിട്ട്. ഒപ്പം തന്നെ സമ്മർ ടൈമിൽ കാലിക്കറ്റ് സമ്മർ കിട്ടുമെന്നുള്ള വേറെ കാര്യം, സമ്മർ ടൈമിൽ കിട്ടുകയാണെങ്കിൽ ലൈക്ക് NITC അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ആക്സസിബിൾ ആയിട്ടുള്ള ലോക്കൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. കാരണം ഈ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ 6 months അല്ലെങ്കിൽ ഫൈനൽ ലെവൽ ഓഫ് തീസിന്റെ വരുന്ന സാധനത്തിലേക്ക് നിങ്ങളെ ആ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങളെ പുഷ് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ ഇതൊക്കെ ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ സമ്മേഴ്സിൽ ഇങ്ങനെ ചെറിയ തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കി വെക്കാം. എങ്ങനെയാണ് ലൈക്ക് ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് ട്യൂസർ പിടിക്കേണ്ടത്, എങ്ങനെയാണ് സാമ്പിൾ ഹോൾഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മറ്റ് ലാബിൽ ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാൻ ഇങ്ങനത്തെ ലാബ് എന്തായിരിക്കും. പിന്നെ അക്കാഡമിക് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ലൈക്ക് മിനിമം ഒരു 75-80% മാർക്ക് സ്കോർ ചെയ്യണം. ബട്ട് ഡൗൺ ആയി വെച്ച് പ്രശ്നമല്ല, അതിനും ലൈക്ക് നിങ്ങളുടെ റിസർച്ച് ക്വാളിറ്റി കൊണ്ട് നിങ്ങൾ അതിനെ ഓവർറൈഡ് ചെയ്യാൻ പറ്റിക്ക്. അപ്പം മാർക്ക് ഒരു മാനിറ്ററി അല്ല, ബട്ട് ഇറ്റ്സ് റെക്കമെൻഡഡ് ആണ്. കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ല വെച്ചാൽ അതിൽ ദുഃഖിക്കാൻ നിൽക്കണ്ട, അതിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ നിൽക്കണ്ട. മൂവ് ഓൺ ടു റിസർച്ച്, ഷൈൻ ഇൻ ദ റിസർച്ച്. ആൻഡ് പ്രൊഫസേഴ്സിന് എന്താണ് മാർക്കുള്ള കുട്ടികളെക്കാൾ കൂടുതൽ ഇഷ്ടം സ്കിൽഡ് ആയിട്ട് ഫീൽഡിൽ വരുന്ന കുട്ടികളാണ് കൂടുതൽ താല്പര്യം അവർക്ക്. ലൈക്ക് ആ ഫീൽഡിൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരുന്ന സ്റ്റുഡൻറ്റും പുതിയതായിട്ടൊരു കുട്ടീനെ കൊണ്ടുപോയി സ്പീഡിൽ കൊണ്ടുവരും, രണ്ടും ഡിഫറെൻ്റ് ആണ്. ആ കുട്ടീനെ ഫുൾ പഠിപ്പിച്ചെടുക്കണം. മറ്റേ കുട്ടിയെ ഫീൽഡിൽ തന്നെ വരുന്നതാണ് ഈ എങ്ങനെ ലാബ് ചെയ്യേണ്ടത്, അതിൻ്റെ ഫണ്ടമെൻ്റൽ സബ്ജക്ട് ലൈക്ക് ആ സബ്ജക്റ്റിൽ അടിപൊളിയായിരിക്കും ഒബിയസ്ലി. അപ്പം ഫണ്ടമെൻ്റൽ ഉണ്ടാവും, ബാക്കി സബ്ജക്റ്റ് മോശമാണെങ്കിലും ആ സബ്ജക്റ്റിൽ അടിപൊളിയായിരിക്കും. ഫണ്ടമെൻ്റൽ ബിൽഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. പ്രൊഫസേഴ്സിന് ഇംപ്രസ്ഡ് ആണ്, കാരണം അങ്ങനത്തെ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ ഈസ് എ ഗുഡ് ലേബർ. കാരണം പെട്ടെന്ന് ട്രാക്ക് ഈസിയാണ്, അതിന് ലൈക്ക് അവർക്ക് വൈബ്രേഷൻസ് കുറവായിരിക്കും, അതിന് പെട്ടെന്ന് ഈസിയായിട്ട് പിക്കപ്പ് ചെയ്ത് പെട്ടെന്ന് അവർ എസ്കലേറ്റ് ചെയ്ത് കയറിക്കോളും. സോ പ്രൊഫസേഴ്സ് അങ്ങനത്തെ സ്റ്റുഡൻസ് നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അവർ അങ്ങനത്തെ സ്റ്റുഡൻസിന് കിട്ടിക്കഴിഞ്ഞാൽ അവർ എക്സെപ്ഷൻസ് നന്നായിട്ട് വേവ് ചെയ്യും. കാരണം അവർക്ക് അങ്ങനത്തെ സ്റ്റുഡൻസിൽ വളരെ ഫീൽഡ് കുട്ടികളെ കിട്ടുന്നത് കുറവാണ്. ലൈക്ക് ഫീൽഡിൽ നിന്ന് മാറി വന്ന് പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇൻഫീൽഡ് വരുന്ന അങ്ങനെ വരുന്ന ട്രാക്ക് ബിൽഡ് ചെയ്ത് ഡിഗ്രി മുതൽ ഇങ്ങനെ ഒരേ ഫീൽഡിൽ ബിൽഡ് ചെയ്ത് വരുന്ന ആൾക്കാർ കുറവാണ്. സോ അങ്ങനത്തെ ഒരു നല്ല ഡിമാൻഡും ഉണ്ട്. അപ്പം അങ്ങനെ തന്നെ ഒരു ഫീൽഡ് ബിൽഡ് ചെയ്തില്ല. ലൈക്ക് ഒബ്വിയസ്ലി നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമുക്കത് ഇഷ്ടപ്പെടുകയില്ല എന്നുള്ള അറിയുള്ളൂ. ആൻഡ് ഇറ്റ്സ് ഓക്കെ ടു സ്വിച്ച്. ലൈക്ക് അത് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആണ്. നമ്മൾ 3-4 കൊല്ലം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ തീസിസും ലൈക്ക് ബാച്ചിലർ തീസിസും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇറ്റ്സ് ഫൈൻ, ടോട്ടലി ഫൈൻ. ഇത് നമുക്ക് കാണിക്കാം, ഞാൻ ഇത്രയൊക്കെ ചെയ്ത് എനിക്ക് ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇത്ര സംഭവം ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെടാത്തൊരു കാരണം പറയാം. ദാറ്റ് ഈസ് ടോട്ടലി ഫൈൻ, ടോട്ടലി ഫൈൻ ആണ്. കാരണം നിങ്ങൾ ആ തിരിച്ചറിവ് പറയുന്ന സാധനത്തിന് ഇവര് ഭയങ്കര വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത്. യു ഹാവ് നോളജ്, യു ഹാവ് സ്കിൽസ്, and you realize it whether you like it or not, and you realize what you like it. So അതിന് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇങ്ങനെ ടീം വരികയാണെങ്കിൽ ലൈക്ക് ഫീൽഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദേ പ്രിഫർ ഫസ്റ്റ് ഓൺ ടോപ്പ് ഓഫ്. കാരണം അവർക്ക് പിന്നെ പുതിയതായിട്ട് ഫണ്ടമെന്റൽ
പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഒന്നും പഠിപ്പിക്കേണ്ട ഉം. കാര്യമില്ല. അതെ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് ചൂസ് ചെയ്യാൻ റിയലി ഹാർഡാണ്. അപ്പോൾ ട്രൈ ടു ഗെറ്റ് എക്സ്പോഷർ ഫ്രോം ലൈക്ക് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ലൈക്ക് ന്യൂക്ലിയർ, കണ്ടൻസ് മാറ്റർ, ഒപ്റ്റിക്കൽ, ആസ്ട്രോ, ഇങ്ങനെ എല്ലാ ലാബ്സ് ലൈക്ക് ഫസ്റ്റ് നിങ്ങളുടെ ഓരോ സെമസ്റ്റർ ബ്രേക്സിൻ്റെ ഇടയിലും നിങ്ങൾ ഇങ്ങനത്തെ ലാബുകൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. ആൻഡ് യു വിൽ ഗെറ്റ് 1 point ലൈക്ക് നിങ്ങൾ തേർഡ് ഇയർ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ ആ സമയം ലൈക്ക് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത ലാബ് ഉണ്ടല്ലോ, ഫൈനൽ തീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്ന ലാബുകൾ ഉണ്ടാവും. ഇങ്ങനെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിക്ക് ആവും. സോ നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ലൈക്ക് ആ ക്യൂരിയോസിറ്റി പറഞ്ഞാൽ വൈ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. വൈ ദിസ്, വാട്ട് ദിസ്, വൈ കാട്ട് ദാറ്റ് എന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു ത്വര നമ്മൾ ബിൽഡ് ചെയ്യും. യാ ദാറ്റ്സ് മൈ ടോപ്പിക്. എല്ലാ ടോപ്പിക്കും നമുക്ക് തോന്നൂല അതങ്ങനെയാണ്. സോ ആ വൈ ക്വസ്റ്റ്യൻ തുറന്ന ടോപ്പിക്ക് നമ്മൾ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ഔട്ട്. അതാണ് നിങ്ങളുടെ ടോപ്പിക്ക്, അതിനെ ഫോക്കസ് ചെയ്യുക, അതിൽ അങ്ങനെ അങ്ങോട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. സോ ആ വൈൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയതോടെ നിങ്ങളുടെ റിസർച്ച് കഴിഞ്ഞു. അതോടെ PhD ഡോക്ടറേറ്റും കിട്ടി. വൈൻ്റെ ആൻസർ ആയിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ലല്ലോ. അതെ ശരിയാ. അർത്ഥം ആ ടോപ്പിക് ഈസ് ഡെഡ് എന്നുള്ള ആൻസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾ നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫായിട്ട് നിങ്ങളെ ആൻസർ ചെയ്യാൻ പറ്റിയ ഇറ്റ്സ് ഡൺ, ഇറ്റ്സ് നോട്ട് എനി മോർ. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞാനും ഇതുപോലെ ഡിഗ്രി BSc ഫിസിക്സ്, അപ്പോൾ എനിക്ക് ആസ്ട്രോ ആയിരുന്നു താല്പര്യം. പിന്നെ പോണ്ടിച്ചേരി എത്തിയപ്പോൾ ഞാൻ ലേസർ ഫിസിക്സ് സ്പെഷ്യലൈസേഷൻ, പ്രോജക്റ്റ് പ്ലാസ്മ ഫിസിക്സ് ആയിരുന്നു. ഇപ്പൊ എല്ലാം കൂടി ബയോളജിക്കൽ നാനോ ബയോടെക്നോളജി എന്നൊക്കെ വിളിക്കുന്ന ഫീൽഡിൽ എത്തിപ്പെട്ടിരിക്കണം. അപ്പം നമുക്ക് തിരിച്ചറിയില്ലെങ്കിൽ, നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് മൂവ് ഓൺ, ഡോണ്ട് വെയിറ്റ്. നമ്മൾ ഇത്ര കാലം ചെയ്തല്ലോ എന്ന് വിചാരിച്ചു അത് തന്നെ സ്റ്റിക്ക് നിൽക്കണ്ട, ജസ്റ്റ് മൂവ് ഓൺ ആണ് ജനറൽ സജഷൻ. അപ്പൊ ഐ തിങ്ക് വി ഓൾമോസ്റ്റ് കവേർഡ് ലിറ്ററലി എവറിത്തിങ് ഫ്രം 0 to 1. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ലിങ്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം ഐഡിയും ചേർക്കാം, എൻ്റെ ചേർക്കാം, അല്ലെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കാം. വിൽ ട്രൈ ടു ഹെൽപ്പ്. അപ്പോൾ അത്രയൊക്കെയാണ്. ദെൻ ഐ വിൽ വൈൻഡ് അപ്പ് ദി സെഷൻ ഹിയർ.